ഹലോ ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ മരണത്തിന് കാരണം എൻ്റെ ഓളെയും എൻ്റെ മക്കളെയും മരണത്തിന് കാരണം ഈസി ബാപ്പു മാനന്തവാടി. കാരണം ഈസി ബാപ്പുവിൻ്റെ ഒരു ബിൽഡിങ് കുട്ടത്തുണ്ട്. ഞാൻ 1,20,00,000 എനിക്ക് അവിടെ മുടക്കുന്നുണ്ട്. അതിൽ തന്നില്ല അയാളോട് ഞാൻ 25 ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ടാണ് അയാൾക്ക് ഞാൻ ആ ബിൽഡിങ് കൊടുക്കുന്നത്. അയാൾക്ക് വേണം എന്നിട്ട് അങ്ങനെ അയാൾക്ക് ആ ബിൽഡിങ്ങിന് 25 ലക്ഷം റുപ്യ തിരിച്ചു തരുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ബിൽഡിങ് കൊടുക്കുന്നത്. അങ്ങനെ അയാൾക്ക് എന്തില്ല ബിൽഡിങ് കൊടുക്കും. ഞാൻ ഫസ്റ്റേ പറഞ്ഞ് പേരോ ബാക്കി വേറെ എഗ്രിമെൻ്റോ ഒന്നും കൊടുക്കാൻ പാടില്ല. ഞാൻ വരുന്ന ദിവസം വരെ എന്തില്ല നിങ്ങൾ ആ ബിൽഡിങ് നടത്തിക്കാനൊക്കെ 1 റുപ്യ വേണ്ട. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ബിൽഡിങ് കൊടുക്കുന്നത്. ഇപ്പം എന്തില്ല അയാളെന്തില്ല വേറെ ആൾക്കാർക്ക് വേറെ ഇപ്പോൾ ഒരു കൂട്ടത്തിലൊരു പാർട്ടിയോ ബേക്കറി അടിയിൽ ബേക്കറി എടുത്ത പേരെന്തില്ല മാറ്റിക്കളഞ്ഞു. എനിക്ക് കുറച്ച് ബാധ്യതയില്ലോണ്ട് മാത്രം ഞാൻ എന്തില്ല ബിൽഡിങ് ഇയാളോട് പറഞ്ഞ് നിങ്ങളെടുത്ത് 1,20,00,000 റുപ്യ എനിക്ക് മുടക്കുന്നുണ്ട്. 1,20,00,000 റുപ്യ മുടക്കിൽ നിങ്ങൾ 80 ലക്ഷം റുപ്യ കൂട്ടി തന്നാൽ മതി, ബാക്കി പോട്ടെ വിഷയമില്ല. അതിനയാൾ നിന്നില്ല. അയാൾക്ക് 25 ലക്ഷം റുപ്യ എന്തില്ല അയാളവിടെ പിടിച്ചിട്ട് ആ ബിൽഡിങ് മുകളിലത്തെ താഴത്തെ ബിൽഡിങ് പിടിച്ചവിടെ വെച്ച് ഞാൻ പോട്ടെ എന്ന് വെച്ചാൽ വിഷയമില്ല, എന്നെ സംബന്ധിച്ച് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച്. പക്ഷേ ഈ പേര് മാറ്റിയതിൽ തനിക്ക് എന്തില്ല കൂട്ടത്ത് നിൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ബിൽഡിങ് വിറ്റിട്ട് ഇയാൾ എടുത്തിട്ട് പേര് മാറ്റിയതിന് കുഴപ്പമില്ല. ഇയാളെന്തില്ല വേറെ ആൾക്ക് എന്തില്ല വേറെ വാടക ഡെയിലി കൊടുത്തിട്ട് അവരെ സമ്മർദ്ദത്തിന് ഇയാളെന്തില്ല വാങ്ങി കൊടുത്തിട്ടാണ് ബിൽഡിങ് പേര് മാറ്റി ബേക്കറിൻ്റെ പേര് മാറ്റിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യൻ്റെയും എൻ്റെ മരണത്തിന് ഉത്തരവാദിത്തം എൻ്റെ എല്ലാ ഇടപാടും ഇയാളെന്തില്ല എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ട്. ആ ബാധ്യത വെച്ച് ഈസി ബാപ്പുവിനെ കൊണ്ട് വീട്ടിപ്പിക്കണം. എല്ലാവരും കൂടിയിട്ട് ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് ഈസി ബാപ്പുവിനെ വിടാൻ പാടില്ല. ഈസി ബാപ്പുവിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ എന്തില്ല മരിക്കേണ്ട ആവശ്യം വന്നത്. അല്ലെങ്കിൽ എന്തില്ല ബാധ്യത വലിയൊരു എന്നെ സംബന്ധിച്ച് വലിയ ബാധ്യത അല്ലാതെ എനിക്കത് തീർക്കാൻ പറ്റുന്ന വകുപ്പുണ്ട്. പഠിച്ചതിന് ഓരോ വഴി എനിക്ക് തുറന്നു തന്നിട്ട്. പക്ഷെങ്കിൽ എന്ത് ഇപ്പം ആ ബിൽഡിങ് പേര് മാറ്റിയ കൊണ്ട് എനിക്ക് തീരെ നിൽക്കാൻ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രം ഞാൻ മരിക്കുന്നത്. രണ്ടാമത്തെ കാരണം റഫീഖ് പൂച്ചക്കല്ല് ഫസ്റ്റ് ഇപ്പം പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന പൂച്ചക്കല്ല് റഫീഖ് എന്ന് പറഞ്ഞാണ്. ഞാൻ അയാൾക്ക് എൻ്റെ തുണി ഷോപ്പ് വിറ്റിട്ടുണ്ടായി. ഞാൻ വിറ്റതല്ല ഞാൻ ഒരേ ആൾക്കാർ 20 ലക്ഷം റുപ്യ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടില്ല തുണി ഷോപ്പ്. എനിക്ക് ഒരു കൊല്ലത്തിൽ 15 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ലാഭം മാത്രം കിട്ടുന്ന തുണി ഷോപ്പാണ് അത്. എന്നിട്ട് അയാളെന്തില്ല ആ ബിൽഡിങ് ഞാൻ എടുത്തോളും എനിക്ക് ഒരു കൊല്ലത്തിൽ ഒരു പൈസ തരാമെന്ന് വെച്ചാൽ പേര് ആ ബിൽഡിങ്ങിൻ്റെ പേരും ഷോപ്പിൻ്റെ പേരും PPM ഫാഷൻ സിറ്റി അതെന്തില്ല ഞാൻ മരിക്കുന്നവരെ അയാൾ എന്നോട് പറഞ്ഞ വാക്കാണ്. ഞാൻ മരിക്കുന്നവരെ ആ പേര് മാറ്റൂല. ആ ബിൽഡിങ്ങിൻ്റെ ആ റൂം എത്ര കൊല്ലം ഉണ്ടോ അത്ര കൊല്ലം ആ പേര് മാറ്റൂല എന്ന് അയാൾ അത്രയും വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ 8 ലക്ഷം റുപ്യക്ക് ഞാൻ കൊടുക്കുന്നത്. ഒരു കൊല്ലത്തിൽ നീ കണക്ക് കൂട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾക്ക് ആ ബിൽഡിങ് ആ ഷോപ്പ് കൊടുക്കുന്നത്. എനിക്കെന്തില്ല അതിൽ വിൽക്കാൻ താല്പര്യമില്ല. അത് ഞാൻ അവനോട് റഫീഖിനോട് പറഞ്ഞെന്തിനാണെങ്കിൽ ഞാൻ വിൽക്കുന്നതല്ല, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം അതിൽ വേണം. അപ്പോൾ അവൻ പറഞ്ഞെന്തില്ല കണക്കും കാര്യം വെക്കണ്ട, ഒരു കൊല്ലത്തിൽ ഒരു പൈസ ഞാൻ കണക്കൂട്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്തില്ല ആ ഷോപ്പ് PPM ഫാഷൻ സിറ്റി തുണി ഷോപ്പ് പൂച്ചക്കല്ല് റഫീഖ് ഫസ്റ്റ് താമസം ഇപ്പം പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. ഓനാന്നിപ്പോൾ രണ്ടാമത് ഈ ബേക്കറി എടുത്തിട്ടുള്ളത്. ഓന് മനഃപൂർവ്വം നമ്മൾ കൂട്ടത്ത് നിൽക്കാൻ പാടില്ല എന്ന കണ്ടീഷനിൽ മാത്രം ഈ ബേക്കറി എടുത്തിട്ട് രണ്ടാമത് ഈ ബേക്കറിൻ്റെ പേര് ഇപ്പം മാറ്റി. ആ തുണി ഷോപ്പ് 4 കൊല്ലമായി ഇപ്പം തുണി ഷോപ്പ് തുറന്നിട്ട് ഒരു 100 റുപ്യ പോലും കയ്യിൽ തന്നിട്ടില്ല. ആ പേരെന്തില്ല അവനിക്ക് ഒരു 2 മാസം തുണി ഷോപ്പ് തുറന്ന് 1 മാസം കഴിയുമ്പോഴത്തേക്ക് അവനിക്ക് പേര് മാറ്റണം. ആ പേര് കൊണ്ട് കൂട്ടത്തിൽ ആൾക്കാരൊന്നും ആ പീടികയിൽ വരുന്നില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് പറയാൻ ഈ പേരായതുകൊണ്ട് കുറേ ആൾക്കാർ പൂച്ചക്കല്ലൊന്നും തോൽപ്പെട്ടിൽ നിന്നും ആൾക്കാർ വരുന്നില്ല. അതിൽ വെറുതെ ഞാൻ 10 കൊല്ലമായി 2011 തുറന്ന ഷോപ്പാണ്. 2018 കൊറോണ വരെ നല്ല വൃത്തിയിൽ പോയ ഷോപ്പ്. ഒരു കൊല്ലത്തിൽ 15 ലക്ഷത്തിന് മുകളിൽ കച്ചവടം ചെയ്ത ലാഭം മാത്രം എനിക്ക് ഒരു കൊല്ലത്തിൽ ഒരു 15 ലക്ഷം റുപ്യൻ്റെ മുകളിൽ ലാഭം കിട്ടിയ ഷോപ്പാണ് അത്. ഇന്നും നടത്തിയ ആൾ ഇന്നും ഉണ്ട്, ആൾക്കാർ പുറത്തുണ്ട്, അവർക്കറിയില്ലത്തെ കഥ എന്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പാണ് 8 ലക്ഷം റുപ്യക്ക് വെറും 8 ലക്ഷം റുപ്യക്ക് എനിക്ക് കൊടുത്തത്. വെറും 8 ലക്ഷം റുപ്യൻ്റെ മുകളിൽ ഞാൻ ഇവനോട് വാങ്ങിച്ചിട്ടില്ല. ഇവനോട് പറഞ്ഞെന്തില്ല എനിക്കൊരു പൈസ പറഞ്ഞ് കണക്കും കാര്യമൊന്നും വെക്കാൻ പറ്റില്ല. ഒരു കൊല്ലത്തിൽ എന്താ കണക്കൂട്ടിയത്. ഇപ്പം 4 കൊല്ലമായിട്ട് 1 റുപ്യ എനിക്ക് തന്നിട്ടില്ല. ഓനക്ക് ഇപ്പോൾ ഷോപ്പ് എടുത്ത് 2 മാസം ആയപ്പോൾ ആ ഷോപ്പിൻ്റെ പേരും മാറ്റി. എൻ്റെ പേരിലെ ലൈസൻസ് ഉണ്ടായേ, എൻ്റെ പേരിലെ ടാക്സ് അടച്ചോണ്ടേ അതും എൻ്റെ പേരിലേക്ക് വേണമെന്നുണ്ട്. അത് ഞാൻ ആക്കി കൊടുത്തു, കുഴപ്പമില്ല പോട്ടെ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഓനെന്തില്ല എന്നെ വിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്ത് ജനങ്ങളാലും ശരി, പൂച്ചക്കല്ലുകൾ ജനങ്ങളും ശരി, തോൽപ്പെട്ടി ജനങ്ങളും ശരി, ചേമ്പുകൊല്ലി ജനങ്ങളും ശരി, ഞാൻ 10 കൊല്ലമായി ഇപ്പോൾ 2009 ഷോപ്പ് തുടങ്ങിയതാണ്.
2026 2009 തുടങ്ങി 2018 എനിക്ക് 10 ഷോപ്പ് ഉണ്ടായി, 11 ഷോപ്പ് ഉണ്ടായി കൂട്ടത്തിൽ തോൽപ്പട്ടിയായിട്ട്. ഇന്നേവരെ ഒരു ഷോപ്പിൽ ഒരു കച്ചറയോ ഒരു കുരുമാലോ ഒരു കുട്ടിയും എന്തില്ല ഒരു നാട്ടുകാരും ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്നോട് സഹകരിച്ച് നിന്ന്, കൂട്ടത്തിലെ ആൾക്കാരും പൂച്ചക്കല്ലിലെ ആൾക്കാരും കായ്മനയിലെ ആൾക്കാരും തോൽപ്പട്ടിയിലെ ആൾക്കാരും എല്ലാവരും നല്ലോണം സഹായിച്ച് നിന്നിട്ട് എന്നോടുള്ളൂ. എന്നോട് ഇതുവരെ ഒരു കുട്ടി എന്തില്ല തെറ്റി നിന്നിട്ടില്ല. ഏറ്റവും കുറഞ്ഞ ഒരു 60 പണിക്കാർ എൻ്റെ അടുത്ത് എന്തില്ല കൊറോണക്ക് മുമ്പ് നിന്നതാണ്. നിങ്ങളെല്ലാവരും അന്വേഷിച്ചാൽ ഞാൻ ഇന്നേവരെ ഒരു കുട്ടീനോട് എന്തില്ല ഒരു വേണ്ടാത്തൊരു ചീത്ത ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നേവരെ എൻ്റെ ഓർമ്മയിൽ. അപ്പം അതുകൊണ്ടെന്നില്ല എൻ്റെ മരണത്തിന് കാരണം എൻ്റെ ഓളും കുട്ടികൾ പാവും. ഞാൻ മരിക്കാൻ എനിക്ക് ഒറ്റക്ക് മരിക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ ഒറ്റക്ക് മരിച്ചതിന് ഓളും കുട്ടികൾ പാവും. അതുകൊണ്ടെന്നില്ല ഈസി ബാപ്പു മെയിൻ ഈസി ബാപ്പുവിനോട് എൻ്റെ ബാധ്യത ജയിച്ചും എന്തില്ല ഈ ലോകം മുഴുവനും എല്ലാവരും ഒത്തിട്ടെന്നില്ല. അതിലത്ത് ഞാനൊരു ജാതിയോ മതമോ നിങ്ങൾ ആരും നോക്കറ്, ഒരു പാർട്ടിക്കാരോ ഒരു പാർട്ടി ബേസിലോ നോക്കറ്. അതുകൊണ്ട് എന്തില്ല ഈസി ബാപ്പുവിനോട് എൻ്റെ ബാധ്യത തേച്ചും ഈസി ബാപ്പുവിനെ കൊണ്ട് വീട്ടിട്ട എല്ലാ ബിൽഡിങ്ങും എനിക്ക് കുട്ടത്ത് ബിൽഡിംഗ് ഉണ്ട്, മാനന്തവാടി ബിൽഡിംഗ് ഉണ്ട്, കാട്ടിക്കുളം ബിൽഡിംഗ് ഉണ്ട് ഈസി ബാപ്പുവിന്, മൈസൂർ ബിൽഡിംഗ് ഉണ്ട്, ബാംഗ്ലൂർ ബിൽഡിംഗ് ഉണ്ട്. ഏത് ബിൽഡിങ്ങും ഒരു ബിൽഡിംഗ് തുറക്കാൻ വിടാത്ത കണ്ടീഷൻ എൻ്റെ ഇടപാട് തീരുന്നവർ എൻ്റെ ബാധ്യത തീർക്കുന്ന എന്തില്ല എനിക്ക് എൻ്റെ ബാധ്യത തീർക്കാൻ വകുപ്പ് എനിക്കുണ്ട്. അതിൻ്റെ അവസരം എന്തില്ല പഠിച്ചവന് ആക്കി തന്നു. എനിക്കൊരു വഴി തുറന്നിട്ടുണ്ട് പഠിച്ചവന്. അതെന്തില്ല അതിന് ഇവനെന്തില്ല ഇവനോട് ഞാൻ അന്നേ പറഞ്ഞു കൊടുക്കും ബിൽഡിംഗ് എന്തില്ല 25 ലക്ഷം റുപ്യ ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തില്ല ഈ ബിൽഡിംഗ് പേര് മാത്രം മാറ്റണം, അതുവരെ നിങ്ങൾ നടത്തിക്കോ, ഞാൻ ഏത് സമയം തരുമ്പോൾ തിരിച്ചു തന്നോ. ഇന്ന് എന്തില്ല ഈ റഫീഖ് എന്ന് പറഞ്ഞ ആൾ മനഃപൂർവ്വം എടുത്ത് എന്തില്ല അവനിക്ക് ബേക്കറി വേണ്ട കൊണ്ടല്ല, അവന് മനഃപൂർവ്വം എടുത്ത് ബേക്കറി എന്തില്ല. ഞാൻ നോമ്പ് നോറ്റിട്ട് പറയുന്നത് ഞാൻ തെറി പറയുന്നത് ശരിയില്ല. അസ്തഗ്ഫിറുല്ലാഹ് ആ നായിൻ്റെ മോൻ റഫീഖ് കണ്ടും കൊണ്ട് നമ്മളെന്തില്ല കൂട്ടത്ത് നിൽക്കാൻ പാടില്ല എന്നാണ് മനഃപൂർവ്വം ആ നായിൻ്റെ മോൻ എന്തില്ല റഫീഖ് ചെയ്തു വെച്ച പണി ചെയ്ത് ഒന്ന് തുണി ഷോപ്പ് അതങ്ങനെ ചെയ്ത് ഈ ബേക്കറി എടുത്തിട്ട് അതിന് കണക്കായി ബാപ്പു ഒത്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ ബാധ്യത റഫീഖിനോട് 100 റുപ്യ അവൻ്റെ പൈസ എന്തില്ല ഒന്നും എടുത്തിട്ട് കുളിച്ചാൽ മാത്രമേ അവൻ്റെ പൈസ തൊട്ടാൽ എന്തില്ല ശുദ്ധി വരും. അത്രക്കും വൃത്തികെട്ടൻ ഞാൻ കുട്ടത്തോ തോൽപ്പട്ടിയും പൂച്ചക്കല്ലും കായ്മനയും പിന്നെ എല്ലാ നാട്ടിലെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇവനാണ് ഞാൻ കണ്ടയിലത്തെ കുട്ടത്തെ ഏറ്റവും വൃത്തികെട്ടൻ ആ നായിൻ്റെ മോൻ റഫീഖ്. പൂച്ചക്കല്ല് ഇപ്പം എന്തില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ താമസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തില്ല ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാർ കൂട്ടത്തില്ല എന്തില്ല ഇപ്പം ഞാൻ MGM ബിൽഡിങ് ഞാൻ എന്തില്ല 15 വർഷമായി MGM ബിൽഡിങ്ങിൽ നിൽക്കുന്നു. ഇന്നവരെ ചേതൻ സൗക്കാർ നല്ല വളരെ എക്സ്ട്രാ ഡീസൻറ്റ് ചേതൻ സൗക്കാർ ഇന്നവരെ നമ്മളൊരു വർത്താനത്തിന് അങ്ങോട്ട് നിന്നില്ല. MGM മോഹൻ സൗക്കാർ എന്തില്ല ഇന്നവരെ ഞാൻ എന്തില്ല 15 വർഷമായി ഞാൻ എൻ്റെ മക്കളും അവിടെ നിൽക്കുന്നു. ഇന്നവരെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആക്കിയിട്ടില്ല. MGM മോഹൻ സൗക്കാറും വളരെ എക്സ്ട്രാ ഡീസൻറ്റ് MGM മോഹൻ സൗക്കാറും. പിന്നെ കൊളറ നാച്ചിമൊലി മൂപ്പർ എന്തില്ല വളരെ ഡീസൻ്റ് എന്നോട് ഇതുവരെ എന്തില്ല നല്ല മര്യാദ. അയാൾ ഒരു ബിൽഡിംഗ് എന്തില്ല ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായി. അയാൾ എന്തില്ല കൊറോണയ്ക്ക് ശേഷം പൂട്ടിയിട്ട് നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് അയാൾ എന്നോട് കൂടുതൽ ബുദ്ധിമുട്ട് ആക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ മാണിറ ബോപ്പണ്ണ സൗക്കാർ ശ്രീമംഗലം ബോപ്പണ്ണ സൗക്കാറും എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അയാൾ നല്ലൊരു മനുഷ്യൻ ബോപ്പണ്ണ സൗക്കാറെ കൊളറ നാച്ചിമൊലി സൗക്കാറെ എന്തില്ല പിന്നെ കൂട്ടത്തിലെ ബിൽഡിങ് ഈസി ബാപ്പുവിൻ്റെ ബിൽഡിങ് എന്തില്ല നിങ്ങൾ എൻ്റെ ഇടപാട് തീരാണ്ട് ആ ബിൽഡിങ് തുറക്കാനേ വിടാൻ പാടില്ല. നിങ്ങൾ രണ്ടാൾ എന്തില്ല ഇടപാട് തീർക്കാണ്ട് എന്തില്ല ഈ ബിൽഡിങ് കൂട്ടത്തിൽ എന്തില്ല ഈസി ബാപ്പുവിൻ്റെ ബിൽഡിങ് തുറക്കാൻ വിടാനേ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം എന്തില്ല എൻ്റെ കുടുംബക്കാരോ എനിക്ക് പൈസ എന്തില്ല ഇടപാടില്ല ആൾക്കാർ ഇന്നേവരെ ഒരു കുട്ടി പോലും എൻ്റെ അടുത്ത് വന്നിട്ട് കൂട്ടത്ത് വന്നിട്ട് ഒച്ചപ്പാടോ കുലുമാലാക്കിയിട്ടില്ല. ഞാൻ ഇതുവരെ പറയുന്ന പോലെ എല്ലാവരും ഞാൻ കൊടുക്കാനില്ലേ, അത് ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും ഇന്നവരെ എന്നെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ പറയുന്ന പോലെ എല്ലാവരും നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ തെറി വിളിച്ചെടുത്ത് പഠിച്ചോനെ മാപ്പാക്ക് അസ്തഗ്ഫിറുല്ലാഹ് നോമ്പ് നോറ്റിട്ടാ പറയുന്നത്. പഠിച്ചോനെ എന്തില്ല പഠിച്ചോനെ പൊരുത്തപ്പെടുക, ഇതല്ലാണ്ട് എനിക്കൊരു വേറൊരു വഴിയില്ല. ഇവനെ കൊണ്ട് എന്തില്ല ഈസി ബാപ്പുവിനെയും റഫീഖിനെ കൊണ്ടാണ് മെയിനായിട്ടുള്ള എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കൂട്ടത്ത് നിൽക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ആക്കിപ്പോയത്. അതുകൊണ്ട് എല്ലാവർക്കും എന്തില്ല എൻ്റെ കുടുംബക്കാർക്കോ ഇതിലത്ത് എൻ്റെ ഞാൻ അറിയുന്ന ആൾക്കാർക്കോ എന്തില്ല ഞാൻ ഇടപാട് കൊടുക്കാനില്ല ആൾക്കാരോ എന്നോട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. ഇനിയും അവർ ഇനിയും വർഷങ്ങളായിട്ട് നിൽക്കും എനിക്കറിയാം. എൻ്റെ അടുത്ത് 2017 എൻ്റെ പൈസ കുറച്ച് പുറത്ത് പോയി. രണ്ടാമത് കൊറോണയായിപ്പോയി. എനിക്ക് കുട്ടത്ത് 11 ഷോപ്പുണ്ട്. ദുബായിൽ 6 ഷോപ്പ് നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ട് 6 ഷോപ്പുണ്ട് ദുബായിൽ. ഇന്നവരാരും അറിയില്ല. അപ്പോൾ കൊറോണ വന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണെന്നില്ല ഈ ഷോപ്പെല്ലാം കൊടുക്കാൻ കാരണം. ആ തുണി ഷോപ്പ് എനിക്ക് വിൽക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇവനെന്തില്ല വിഷയമില്ല, കുഴപ്പമില്ല, ഒരു കൊല്ലത്തിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടാണെന്നില്ല അതെടുത്ത ഒരു മാസം കഴിയുമ്പോഴത്തേക്കാണ് ഇവനിക്ക് ഈ നായിൻ്റെ പണിക്ക് എന്തില്ല അത് ആൾക്കാർ വരുന്നില്ല. ഈ പേര് മാറ്റണം ആൾക്കാർ വരുന്നില്ല. അതെല്ലാം വെറുതെ പറഞ്ഞ ഇവൻ എന്തില്ല ഇവനാൾ തീരെ ശരിയില്ല. ഈ റഫീഖ് ഇതാ ഫോട്ടോ ഇതാ നോക്കിക്കോ.
ഇവനാണ് റഫീഖ്. ഇവനാണ് റഫീഖ്, പൂച്ചക്കൽ റഫീഖ്. അവൻ്റെ ഉമ്മയും വളരെ ഡീസൻറ്റ്. പക്ഷെ ഇവൻ ആള് വെറും വൃത്തികെട്ടാണ് പൂച്ചക്കൽ റഫീഖ്. ഇപ്പം എന്തില്ല പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്നു, പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ബേക്കിൽ താമസിക്കുന്നു. ഇവനെ കൊണ്ടാകുന്നില്ല ആ ബേക്കറി ഇപ്പോൾ പേര് മാറ്റാൻ ബാപ്പു കാരണം. അതുകൊണ്ട് ഈസി ബാപ്പുവിനോട് എൻ്റെ ബാധ്യത തേച്ചും തീർത്തിട്ടേ ഈസി ബാപ്പുവിനെ ഈ ലോകത്തെ ജനങ്ങളെല്ലാവരും വിടാൻ പാടില്ല. ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് വിടാൻ പാടില്ല. ഇതുവരെ തെറി ആരും പറഞ്ഞിട്ടില്ല. പഠിച്ചവനെ നോമ്പ് നോറ്റിട്ട് പഠിച്ചവനെ തെറി പറഞ്ഞ അസ്താഫുള്ളീം. ഈ നായിൻ്റെ മനെ കൊണ്ടുവന്നില്ല തെറി പറയേണ്ട ആവശ്യം വന്നേ. പഠിച്ചവനെ മാപ്പാക്ക് അസ്താഫുള്ളീം. അപ്പോൾ തുണി ഷോപ്പിൻ്റെ 4 വർഷത്തെ എന്തില്ല പൈസ എനിക്ക് 30% വെച്ച് ഏറ്റവും കുറഞ്ഞ എനിക്കത് കിട്ടണം. 4 വർഷത്തിന്റെ തുണി ഷോപ്പിന്റെ. അത് എത്ര കൊല്ലം തുണി ഷോപ്പ് അവിടെ ഉണ്ടോ അത്രയും കൊല്ലം തുണി ഷോപ്പ് പൈസ എനിക്ക് എന്തില്ല 30% വെച്ചിട്ട് എനിക്ക് കിട്ടണം. ഓൻ എന്തെങ്കിലും തരാമെന്ന് ഒരു കൊല്ലത്തിൽ ഏറ്റവും കുറഞ്ഞ തരാമെന്നാണ്. ഇത് ഇന്നേ വരെ ഒരു 100 രൂപ എനിക്ക് തന്നിട്ടില്ല. വെറും 8 ലക്ഷം റുപ്യക്ക് ഞാൻ എന്തില്ല പീടിയ വിറ്റ് കൊടുത്തത് എനിക്ക്. അപ്പോൾ എന്തില്ല ഇത് കാണുന്ന എല്ലാവരും എന്തില്ല സഹകരിച്ചിട്ട് എൻ്റെ ബാധ്യത എന്തില്ല ഈസി ബാപ്പു എന്തില്ല മാനന്തവാടി എന്തില്ല ആ വീട്ടിൽ പോയിട്ട് ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത്. ആ വീട്ടിൽ പോയിട്ട് എന്നാൽ മാത്രമേ എനിക്ക് എന്തില്ല പൈസ എന്ന് മരിക്കുന്ന ആളെയാണ്. പൈസ എന്തെങ്കിലും അയാൾ പറഞ്ഞ് 1,20 ലക്ഷം റുപ്യ എൻ്റെ മുടക്കുണ്ട്, നിങ്ങൾ 80 ലക്ഷം റുപ്യ വിലയാക്കി കൊടുക്കുന്നു. അതിന് അയാൾ നിന്നില്ല. അയാൾ എന്തില്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പോട്ടെ എന്നാലും ആ പേര് എന്തില്ല അയാൾ ഞാൻ പറഞ്ഞു ഞാൻ എത്ര ഏത് സമയം വരുന്നവരും ആ പേര് അവിടെ മാറാൻ പാടില്ല. ആ ബേക്കറി ഈ നായിൻ്റെ മൻ റഫീഖ് എടുത്തുകൊണ്ട് ആ പേര് എന്തില്ല ഇവർ രണ്ടാളും കൂടി അവിടെ മാറ്റി വെച്ച് പഠിച്ചതിന് മാപ്പാക്ക് അസ്താഫുള്ളീം. പക്ഷേ നാച്ചുമലി സൗകറെ പിന്നെ മോണി ബോപ്പണ സൗകറെ ഈ ബിൽഡിംഗ് എന്തില്ല രണ്ടാൾ കൂടി എന്തില്ല തുറക്കാനും വിടാൻ പാടില്ല. എൻ്റെ ഇടപാട് തീർന്നവരെ MGM മോഹൻ സൗക്കാറും MGM ചേത്തൻ സൗക്കാറും എന്തില്ല ഇത്രയും 15 വർഷം ഞാൻ ആ വീട്ടിൽ നിന്നിട്ട് വളരെ അവർ ബിൽഡിങ്ങിൽ നിന്നിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് വളരെ മാന്യം മര്യാദയായിട്ട് എന്നോട് പെരുമാറിയിട്ട് ഇന്നവരെ ഒരു വാക്കിന് MGM മോഹൻ സൗക്കാറും MGM ചേത്തൻ സൗക്കാറും ഇന്നവരെ എന്നെ ഒരു ബുദ്ധിമുട്ട് ആക്കിയിട്ടില്ല. എന്നെ കൊടുക്കാനുള്ള ബാധ്യത ആരും ആക്കിയില്ല ബുദ്ധിമുട്ട്. എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായത് ഒന്ന് ഈസി ബാപ്പു, രണ്ടാമത് പൂച്ചക്കൽ റഫീഖ്. പൂച്ചക്കല്ലാത്ത പക്ഷെ താമസം ഇപ്പം എന്തില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്തില്ല താമസിക്കുന്നു. അതുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി സർക്കാർ എന്തില്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ സർക്കാർ എല്ലാവരും BJPൻ്റെ എല്ലാവരും ഒരു ജാതി ഒരു മതവും ഇല്ലാണ്ട് എന്തില്ല ഈസി ബാപ്പു എന്ന ആള് ഒരു ബിൽഡിംഗ് നിൽക്കാൻ പാടില്ല. ഒരു ബിൽഡിംഗ് തുറക്കാണ്ട് നിൽക്കേണ്ട കണ്ടീഷൻ എല്ലാ നാട്ടുകാരും ഒത്തിട്ട് ചെയ്യണം. പോലീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടി എൻ്റെ ബാധ്യത തേച്ചൊന്നില്ല ഈസി ബാപ്പുവിനോട് വാങ്ങിച്ചോളാം. ഞാൻ എൻ്റെ ബാധ്യത എൻ്റെ അളിയനറിയാം അജ്മൽ. എൻ്റെ അളിയനോട് എന്തില്ല എനിക്കൊരു ഫോട്ടോ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതിൽ തന്നില്ല എല്ലാവർക്കും കൊടുക്കാനില്ല ബാധ്യത എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആർക്കും കൊടുക്കാനില്ല. എഴുതി വെച്ച ആൾക്കാർ മാത്രമേ കൊടുക്കാനുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് 1 രൂപ ആർക്കും കൊടുക്കാനില്ല. എനിക്ക് കിട്ടാൻ കണ്ടവാനം പൈസ ഉണ്ട്. അത് ആരെ പേരിൽ ഞാൻ പറയുന്നില്ല. എന്തില്ല എനിക്ക് കണ്ടവാനം പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അത് ആരെ പേരിൽ ഞാൻ പറയുന്നില്ല. എൻ്റെ ബാധ്യത തേച്ചു ഈസി ബാപ്പു മാനന്തവാടി ഈസി ബാപ്പു ഏറ്റെടുത്തിട്ട് കൊടുക്കാനുള്ള കണ്ടീഷന് എന്തില്ല കൊടുക്കുന്നവരെല്ലാവരും മന്ത്രിമാരായാലും ശരി ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി നാട്ടുകാരും എല്ലാവരും ഒത്തിട്ടെന്തില്ല ജാതി എൻ്റെ മതം നോക്കാണ്ട് എല്ലാവരും ഒപ്പരം നിന്നിട്ട് എൻ്റെ കുടുംബക്കാർക്കോ എൻ്റെ വീട്ടുകാർക്കോ 1 രൂപ നിങ്ങൾ കൊടുക്കണ്ട, ആരും 1 രൂപ കൊടുക്കണ്ട. എൻ്റെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഈസി ബാപ്പുവിനോട് തീർപ്പിച്ചേ പറ്റൂ. അസ്സലാമു അലൈക്കും.